ഇന്നത്തെ ജനറേഷൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഹോളിവുഡ്. നസ്ലീമിൻ്റെ പുതിയൊരു സിനിമ. അപ്പോൾ അത് കാണുവാനായിട്ട് ഒരുപാട് യൂത്തുകൾ കാത്തിരുന്നതാണ്. പക്ഷേ സിനിമാ തിയേറ്ററിൽ ചെന്നപ്പോൾ ആ ഒരു തിരക്കൊന്നും കണ്ടില്ല. പകുതിയിലധികം സീറ്റ് ഒഴിവാടുന്നു മാറ്റിനിക്ക്. എന്താണ്, മഴയാണ്, സ്കൂളൊക്കെ തുറന്നു, അതുകൊണ്ട് എല്ലാവരും ബിസി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. സിനിമ ഗംഭീരമായിട്ടല്ലാട്ട ഞെട്ടിയത്. ഇതുപോലൊരു തീട്ടപ്പടം, ഒരു കട്ട അപരാധം ഈ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദൃശ്യം 3 പിന്നെ സഹിക്കാം, ഇത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇന്നലെ ബെഡ്ഡി കണ്ടു, അതുപോലും സഹിക്കാം. വലിയൊരു അപരാധ സിനിമയത്. ദയവിത് അതും കാണാൻ ആരും പോവല്ലേ. അങ്ങനെ ഒരു അപരാധ സിനിമയത്. അതിനെ കവച്ച് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെലുങ്കന്മാരെ കവച്ച് വെച്ച് അതിനേക്കാളും കട്ട അപരാധം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ എന്താ മലയാള സിനിമയെ പറ്റി ചിന്തിച്ചിരിക്കുന്നത്? ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൂതറി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഞെട്ടിക്കും, നമ്മളെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവും, കുറേ ചെറിക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് ചെന്നിട്ട് ആ പ്രതീക്ഷയെല്ലാം തകർന്ന് തരിപ്പണായി. ഇവൻ്റെ കയ്യിൽ ഒരു കൂറുമില്ല. ഇവന് എന്തെങ്കിലുമൊക്കെ ഈ ദിലീപിൻ്റെ കയ്യിൽ നിന്നും ഇന്നസെൻറ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ട് കുറേ മെമ്മറീസുകൾ, അതേപോലെ ചില അവരെ നമ്പറുകൾ മുപ്പരേതായുള്ള സ്റ്റൈലിൽ ഇട്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന ഒരു നടനാണ്. ഇവൻ്റെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയില്ല എന്നുള്ളത് ഇപ്പോൾ ഈ പടം കണ്ടപ്പോൾ മനസ്സിലായത്. എന്തുകൊണ്ടാണിത്? ആർട്ട് സിനിമയാണ്, അവാർഡ് സിനിമയാണ്. അതിനി ഇത് ഹോളിവുഡിലേക്ക് വേണ്ടി എടുത്ത സിനിമയാണോ എന്നൊക്കെ ഭയങ്കര സംശയമായി എനിക്ക്. ജനങ്ങളാച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ഇരുന്ന് കോണുണ്ട് ഇവൻ്റെ അഭിനയം കണ്ടിട്ട്. അഭിനയത്തിൻ്റെ ABCD ചെക്കൻ അറിയില്ല കേട്ടാ. ചെക്കൻ 2 പടത്തിൽ കയറി 2-3 അത് വേറെ പല കഴിവുകളെ കൊണ്ടും കഥയുടെ മേന്മ കൊണ്ടൊക്കെ പടം ഹിറ്റായിരുന്നു. ഈ ലോകം കഴിഞ്ഞതിന് ശേഷം ഈ ചെക്കൻ ഇതിൽ പോയി തല വെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ യൂത്ത് പ്രതീക്ഷിച്ചിട്ടില്ല ഇവൻ്റെ കയ്യിൽ നിന്നുള്ളത്. ഒരു ഇത്തിരിയൊക്കെ സ്റ്റാൻഡേർഡായി കഴിയുമ്പോൾ ആ കഥയൊക്കെ ഒന്ന് നന്നായി ഒന്ന് നോക്കണം. ഇതൊക്കെ കാലത്ത് ജനങ്ങൾ വരുമ്പോൾ ഇത് 20-ാം നൂറ്റാണ്ടിലും പോയിട്ട് 16-ാം നൂറ്റാണ്ടിൽ എടുക്കേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ സബ്ജക്റ്റ് ബേസിൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് പറഞ്ഞിട്ട് തള്ളി നമുക്ക് തന്നോക്കണത്, വയറ്റിലേക്ക് തീട്ടപ്പടം തന്നോക്കണത്. എന്താണ്, ഇവൻ ചെറുപ്പത്തിലെ ഇവന് സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം, ആ കഥാപാത്രം ഷോർട്ട് ഫിലിം എടുക്കുന്നു. ആ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് പോകുന്നു, അതിൽ സെക്കൻഡ് കിട്ടുന്നു, ഏതോ ഒരു ഇണ്ണാമിന് ഫസ്റ്റ് കിട്ടുന്നു. അപ്പോൾ അതപ്പം തന്നെ അവനെ സിനിമയിലേക്ക് എടുത്തു. ഇവനപ്പോഴേക്ക് സിനിമയിലേക്ക് ഇവൻ്റെ കഥ എടുക്കാനും ഇവൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് ഞെട്ടിയിട്ട് പ്രൊഡ്യൂസർമാരും വരി നിൽക്കണ്. എന്നിട്ട് കഷ്ടപ്പെട്ട് അവൻ സിനിമ ഷൂട്ട് ചെയ്തു. ബേസിൽ വന്നിട്ട് നായകനായിട്ട് അഭിനയിച്ചു. അങ്ങനെ ബേസിൽ ഒരു കാർ ആക്സിഡൻറ്റ് മരിക്കുന്നു പടം റിലീസിനേന് മുമ്പ്. അപ്പോൾ അറിയണ് ഇതേ ക്ലൈമാക്സ് തന്നെ വെച്ച് വേറൊരു ആൾ സിനിമ എടുത്തിട്ട് ആ പടം ഓടിക്കൊണ്ടിരിക്കുകയെന്ന് ദൈവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറയണ് അങ്ങനെ ഒരു പടത്തിൽ അങ്ങനെ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എല്ലാം വെട്ടിമാറ്റണം. പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല. പ്രൊഡ്യൂസർ പറയണ അവൻ ചത്ത്, അവനെ വിറ്റ് കാശാക്കാനാണ് ഞാൻ നിൽക്കുന്നത്. സെൻറ്റിമെൻറ്റിൽ വിട്ട് കഴിഞ്ഞാൽ ഈ പടം സൂപ്പർ ഹിറ്റാവും, ഇതിൻ്റെ ക്ലൈമാക്സ് വേറെ ഏത് തെണ്ടികളെടുത്താലും ഒരു കുഴപ്പമില്ല എന്നാണ് പറയണത്. ഇവരെന്തുണ്ടായി കഷ്ടപ്പെട്ട് ഇതിൻ്റെ ആ ഡിസ്ക് വലിച്ചു കൊണ്ടുവന്ന് എടുത്തിട്ട് ഇവൻ്റെ പരിവാരങ്ങളും ലക്ഷങ്ങളും 5 കോടി 6 കോടി കൊണ്ട് ചെലവ് ചെയ്തെടുത്ത പടം ഇവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം അത്ര വലിയ മാന്യനാണ്. ഇതാണ് ഈ സിനിമയുടെ വെറൈറ്റി, ഇതാണ് എൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ സിനിമാക്കാർ വിലക്കാൻ നിൽക്കുന്നു. അപ്പോഴേക്ക് ഇവൻ്റെ കയ്യിലത്തെ വേറൊരു കഥ കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇതൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു. ഇവൻ അതിട്ട് ഹോളിവുഡ് ലൈനിൽ ഒരു സിനിമ സംവിധാനം ചെയ്ത് ഇവൻ പുറത്തിറക്കുന്നു. ആ പടം കാണാൻ ആദ്യത്തെ ദിവസം 6 പേര് 10 പേരുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ആ പടം ഹൗസ്ഫുള്ള്, ഗംഭീര ഹൊറർ. അത് കണ്ടിട്ട് പലരും അറ്റാക്കായിട്ട് തിയേറ്ററിൽ മരിച്ചു. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ തന്നെ വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അറ്റാക്കായിട്ട് ചത്തു. നമ്മൾ അതിന് മുമ്പ് ചാവാണ്ട് നമ്മൾ വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിയില്ലെങ്കിൽ നമ്മുടെ മയ്യത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ട വന്നേനെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. നമ്മളിരുത്തി 2-3 മണിക്കൂർ നമ്മളിരുത്തി നാട്ടം തിരിച്ച് നമ്മളെ ബോറടിപ്പിച്ച് ഇത്രയും എന്തെന്നാ പറയുക, ഇവനൊന്നൊരു നടനല്ല കേട്ടോ. ഒരു നടനായിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈപ്പ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂതറ പടത്തിൽ പോയിട്ട് തല വെച്ച് കൊടുക്കും.
ഇവൻ ആരാ മുതൽ? ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലും അഭിനയമുണ്ട്? ആകെ ചൂനിയാമുളകിൻ്റെ അത്രയല്ലേ ഉള്ളവൻ. ഇവൻ എന്തെങ്കിലുമൊക്കെ ഇന്നസെൻ്റ് കാണിക്കുന്ന പോലെ കുറച്ച് ഭാവങ്ങളും കുറച്ച് നമ്പേഴ്സുകളും ദിലീപിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കടമെടുത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് നല്ല സമയമായ കാരണം അങ്ങനെ കയറി വന്നു. ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ള നല്ല സിനിമകളിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സംഭവിക്കുന്നതാണ്. ഒരു ചക്കിടുമ്പോൾ ഒരു മുയലിനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ എന്നും മുയൽ വന്ന് നിൽക്കണ്ടേ പാവിൻ്റെ അടിയിൽ, എന്നാലല്ലേ നമുക്ക് മുയലിനെ കൂട്ടാൻ വയ്ക്കാൻ കിട്ടുള്ളൂ. അതേപോലത്തെ ഒരു 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 ലോജിക്കില്ല, ഒരു കോമഡി ഇല്ല, ഒരു ഫൈറ്റില്ല, ഒരു പാട്ടില്ല. ഈ നെസ്ലി എന്ന് പറഞ്ഞുള്ള ചെക്കൻ്റെ എന്തെങ്കിലും ഒരു തമാശയില്ല. ഈ തമാശ കേട്ട് ചിരിക്കുന്നുണ്ടെങ്കിലേ ഇതിലും ഭേദം നമുക്ക് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചിരിക്കാം. അതൊന്നുകൂടി രസമാണ്. അത്രയും പോലുള്ള ഒരു പരഗതി കിട്ടില്ല നിങ്ങൾ ഈ സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ. അത്രയ്ക്ക് വളരെ 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 മോശം. സെൻട്രൽ പിക്ചേഴ്സിൻ്റെ ബാനറിലൊക്കെ വരുന്ന പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെയാണ് നല്ല വരാറ്. നല്ല പടങ്ങൾ പോയിട്ട് അവർ ചെയ്യാറുള്ളൂ. സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലെ അങ്ങനെ കുറേ കുടുംബ ചിത്രങ്ങളെടുത്തൊരു ബാനറാണ്. ആ ബാനറിന് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ ചെക്കൻ്റെ ഇമേജ് കണ്ട് തല്ലിക്കൂട്ടിയിട്ടുണ്ടെന്ന ഒരു കഥയും കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും തിയേറ്ററിൽ വന്നിട്ട് ജനങ്ങളുടെ കാശ് മാന്താൻ വേണ്ടിയിട്ടുള്ള ഒരു തല്ലിക്കൂട്ട് പടണത്. ഒരു 4-ാം കിട ഒരു ഷോർട്ട് ഫിലിം പോലും ഇതിൻ്റെ മുമ്പിൽ നാണിച്ചു പോകും. ഇപ്പോഴൊക്കെ വരുന്ന വെബ് സീരീസൊക്കെ ഇല്ലേ, ഇതൊക്കെ കാണും നിങ്ങളത് ഈ സിനിമയ്ക്ക് പോക്ക് ഇങ്ങനെയുള്ള കൂതറ പിള്ളേരെ സിനിമ കാണാണ്ടിരിക്കുക. ഇപ്പോൾ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണ്. അതൊക്കെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അതിൽ അഭിനയത്തിൻ്റെ അവരൊക്കെ ടാലൻറ്റ് നിങ്ങളൊക്കെ കണ്ടു പഠിക്കും. ഇവരൊക്കെ കോടികൾ മേടിക്കുന്ന വ്യക്തികളാണ്. ഇവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് കൊടുത്ത ഒരു 150-250 രൂപ കൊടുത്തിട്ട് നമ്മൾ ചെന്ന് സിനിമ കാണുമ്പോൾ നമ്മൾ നാണം കെട്ട് പോവുക. നാണം കെട്ട്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശാപമാണ് ഇങ്ങനെയുള്ള സിനിമകൾ. ഈ ഹോളിവുഡ് പോലെയുള്ള ഈ ചക്കരി വെച്ചിട്ട് ചെയ്യുന്ന ഓരോ നാറിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറേ തെറിവാക്കുകൾ ഇതിൽ പറയുന്നുണ്ട്. ആ തെറിവാക്കുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റിവ്യൂവിൽ പറയേണ്ടതാണ്. നമ്മൾ പറയണില്ല. നമ്മുടെ മാന്യത ആലോചിച്ച് നമ്മൾ പറയുന്നില്ല. ഇത് കാണുന്ന ആൾക്കാരെ മാന്യത ആലോചിച്ച് നമ്മൾ പറയണില്ല. അത്ര വലിയ തെറി വരെ ഇതിലത്തെ നായിക പറയുന്നുണ്ട്. ഇതിലൊരു നായിക ഇല്ല, ഇതിലൊരു പാട്ടില്ല. എല്ലാം ഇവനെ ഫോക്കസ് ചെയ്തിട്ട് ഇവനെ ഫ്രെയിം ടു ഫ്രെയിം ഇവനോട് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളങ്ങോട്ട് ഇട്ടിച്ച് കയറുന്ന വിചാരിച്ച് ആ പ്രതീക്ഷയൊക്കെ മാറ്റി ഇത്ര ഒരു തൂറ്റപ്പടം എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്കിതൊക്കെ കാണുന്ന ആഗ്രഹം നിങ്ങൾക്ക് പോകാം. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായമാണ്. കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് പോയി വേണമെങ്കിൽ കാണാം.